ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. എൻ്റെ പേര് ബിപിൻ ചന്ദ്രൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് മെയിൻലി പോകുന്നത് CMA USA പഠിക്കാനായിട്ടുള്ളൊരു ബെസ്റ്റ് ടൈം എപ്പോഴാണെന്നുള്ളതാണ്. പല സ്റ്റുഡൻസും പൊതുവെ എൻക്വയറീസ് ആയിട്ട് ചോദിക്കാറുണ്ട്, സാർ എപ്പോഴാണ് CMA USA പഠിക്കുന്നതിൽ ബെസ്റ്റ് ടൈം? സോ അക്കോർഡിംഗ് ടു മീ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഡിഗ്രിയോടൊപ്പം നിങ്ങൾ CMA USA ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. അതിന് കുറേ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് മെയിൻലി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ CMA USA ജോയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ IMA മെമ്പർഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം എടുത്തിരിക്കണം. ഏതൊരു പ്രൊഫഷണൽ ബോഡിയിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലും ആ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ CMA USAയിൽ 2 ടൈപ്പ് മെമ്പർഷിപ്സ് ഉണ്ട്: സ്റ്റുഡൻറ്റ് കാറ്റഗറി ആൻഡ് പ്രൊഫഷണൽ കാറ്റഗറി. +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, ഇവർക്കാണ് മെയിൻലി സ്റ്റുഡൻറ്റ് കാറ്റഗറി മെമ്പർഷിപ്പ് കിട്ടുന്നത്. അത് കിട്ടിയാലുള്ളൊരു ഗുണം എന്താണ്? എക്സാം ഫീസും രജിസ്ട്രേഷൻ ഫീസും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് വലിയൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CMA USA കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റുഡൻറ്റ് കാറ്റഗറി കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രൊഫഷണൽ കാറ്റഗറിയിലേക്കായിരിക്കും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഫീസിനകത്ത് ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, ഒരാളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് കാറ്റഗറി കിട്ടാനുള്ളൊരു പോസിബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതാണ്. പൊതുവേ സ്റ്റുഡൻസിന് തോന്നുന്നൊരു ഡൗട്ടാണ്, ഡിഗ്രിയുടെ ക്ലാസ്സിനോടൊപ്പം ഇതെങ്ങനെ ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകും, രണ്ടും കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് Xylem ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഈവനിങ് ബാച്ചസ് ആണ്. അതായത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, കോളേജിലെ ക്ലാസ്സസ് കഴിഞ്ഞ് വൈകുന്നേരം ടൈമിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ, നൈറ്റ് ടൈമിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അതും ഡെയിലി ഒരു മാക്സിമം 2 hours ഒക്കെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 2 hours ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് അഡ്വാൻറ്റേജ്? നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവുന്ന ടൈം ആകുമ്പോഴേക്കും തന്നെ എയ്തർ നിങ്ങൾ CMA USA കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എക്സാംസ് എഴുതാം. അതായത് ഡിഗ്രി ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 1 month 2 month നന്നായിട്ട് ഇരുന്ന് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് റിവിഷനൊക്കെ ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്? ബാക്കിയുള്ള കുട്ടികൾ ഡിഗ്രിക്ക് ശേഷം പിന്നെയും ഒരു 1.5 വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഓൾറെഡി CMA കംപ്ലീറ്റഡ് ആവും. വിച്ച് മീൻസ് അറൗണ്ട് ദ ഏജ് ഓഫ് 21 നിങ്ങൾ CMA കംപ്ലീറ്റഡ് ആയിരിക്കും, BCom കംപ്ലീറ്റഡ് ആയിരിക്കും. അതിൽ പരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കൂടുതൽ ഡിലേ ആക്കുന്തോറും എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉണ്ടാവുക? ചിലപ്പോൾ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടാവാം, അതുപോലെ തന്നെ സിലബസിൽ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ച് ഏറ്റവും വേഗത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഓൺലൈൻ ബാച്ച് അറ്റൻഡ് ചെയ്യാം. റെഗുലർ കോളേജിൽ പോയി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോവാം. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ഓൺലൈനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ, എനിക്ക് ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചാൽ ഇത് പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പോസിബിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഓൺലൈൻ ഉള്ളത്, നിങ്ങൾക്കിത് റീവാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓഫ്ലൈനിൽ ക്ലാസ്സിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ഇൻ കേസ് 1-2 ദിവസം ആബ്സെൻ്റ് ആയെന്ന് വിചാരിക്കുക. ആ ആബ്സെൻ്റ് ആയ ദിവസത്തെ ക്ലാസ് പിന്നീട് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫാക്കൽറ്റി പിന്നീട് എടുത്തു കൊടുക്കുമായിരിക്കും, എങ്കിലും ആ ആബ്സെൻ്റ് ആയിട്ട് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് വരുന്ന ദിവസം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം തലേ ദിവസം പഠിപ്പിച്ചത് അറിയില്ല. അതേസമയം ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവുന്ന ടൈം വരെയും ഇതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും റീവാച്ച് ചെയ്യാനും സാധിക്കും. സോ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് ഫാക്കൽറ്റി പഠിപ്പിച്ചത് ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ, ഓൺലൈനായിട്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഓൺലൈനിൽ പഠിക്കുന്നത് കൊണ്ട് അഡ്വാൻറ്റേജ് ആണ്. സ്റ്റുഡൻസിന് പൊതുവെ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഇത്തരം ജോബ് റോൾസ്, പ്രത്യേകിച്ചും അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട ജോബ് റോൾസ് ഒക്കെ AI റിപ്ലേസ് ചെയ്യുമെന്നുള്ളത്. ബട്ട് CMA പോലുള്ളൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒരിക്കലും AI കൊണ്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ AI കൊണ്ട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഈസിലി വീണ്ടും ചെയ്യിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിബിലിറ്റിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ് CMA എന്ന് പറയുന്നത്. അതുകൊണ്ട് AI ഇത്തരം കോഴ്സുകൾ റിപ്ലേസ് ചെയ്യുമോ എന്നുള്ള ചോദ്യവും സംശയങ്ങളൊന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട. സോ CMA USA കോഴ്സ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾ ഡിഗ്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രിയോടൊപ്പം CMA USA ഓൺലൈനായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഇനി എവിടെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനും കൺഫ്യൂഷൻ ആവശ്യമില്ല. Xylem is there to help you. Thank you.